ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഈ പൊസസീവ്നെസ് എന്നൊക്കെ പറയുന്നതിന് ആൾക്കാർ എത്ര സിമ്പിൾ ആൻഡ് സില്ലി ആയിട്ടാണ് കാണുന്നതെന്നൊക്കെ. ഒരു കാര്യം മനസ്സിലാക്കുക, പൊസസീവ്നെസ്സിലുള്ളത് ഫിയർ ആണ്, അതല്ലാതെ ലവ് അല്ല. എങ്ങനെയാണ് ഈ ഫിയർ ഉണ്ടാവുന്നത്? നമുക്കൊരാളെ നഷ്ടപ്പെട്ടാലോ എന്നുള്ളൊരു പേടി കാരണം, അവർ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയാലോ എന്നുള്ള ഫിയർ ഓഫ് അബാൻഡൻസ് കാരണം, നമ്മൾ അവർക്ക് അത്രയ്ക്കും ചേരുന്ന ഒരാളല്ലേ എന്നുള്ള ഒരു കൺഫ്യൂഷൻ കാരണം. സോ ബേസിക്കലി ഇതൊക്കെ വന്ന് നിൽക്കുന്നത് ഒരാൾക്ക് അയാളുടെ സെൽഫ് വേർത്തിനോടുള്ള കൺഫ്യൂഷന്റെ പുറത്തു നിന്നാണ്. പൊസസീവ്നെസ് ഉള്ളവർക്ക് കൂടെയുള്ള ആൾക്കാരെ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അവരുടെ പാസ്വേഡുകളൊക്കെ ചോദിക്കുക, സോഷ്യൽ മീഡിയ ആക്സസുകളൊക്കെ വാങ്ങിക്കുക, സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ഇവർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് സ്റ്റോക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക, റെസ്ട്രിക്ഷൻസ് വെക്കുക, ഈ ഡ്രസ്സ് ഇടരുത്, അവിടെ പോവരുത്, ഇവരോട് മിണ്ടരുത് എന്നൊക്കെ പറയുക. ഇതിനൊക്കെ അവർ പലപ്പോഴും രണ്ട് രീതിയിലാണ് കാരണങ്ങൾ പറയാം. ഒന്നെങ്കിൽ ഞാൻ നിന്നെ ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നതെന്ന് പറയും. അതല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര ലോജിക്കലായിട്ടുള്ള റീസണിങ് ഒക്കെ കൊടുക്കും. എല്ലാത്തിനും ഒരു നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ റെസ്ട്രിക്ട് ചെയ്തതെന്നൊക്കെ ഇവരുടെ ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. മറ്റുള്ളവരുടെ കൂടെ ഈ പാർട്ട്ണർ സ്പെൻഡ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഇവർക്ക് ഭയങ്കര ആൻസൈറ്റി ജനറേറ്റ് ചെയ്യുന്ന സമയമാണ്. പലപ്പോഴും ഓവർ റിയാക്ട് ചെയ്യും, പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ പോലും തുടങ്ങുന്നത് ഇവർക്ക് ലെസ് ഇമ്പോർട്ടൻസ് ആണ് കിട്ടുന്നത് എന്നുള്ള തോന്നലിൽ നിന്നാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് കൂടെ നിൽക്കുന്ന പാർട്ട്ണറിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ കഷ്ടമായിരിക്കും. ഒരു ഇമോഷണൽ ഫാറ്റിക് അല്ലെങ്കിൽ ഓവർവെൽംഡ് ആയിട്ട് തോന്നുന്ന ഒരു അവസ്ഥ, ഭയങ്കര സഫോക്കേറ്റഡ് ആയിട്ട് ഒരു എഗ് ഷെല്ലിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു കണ്ടീഷൻ എന്നൊക്കെ പറയും. നമ്മൾ ചെയ്യുന്നതൊക്കെ തെറ്റാണ് എന്ന് കോൺസ്റ്റന്റ് ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ ബ്ലെയിം ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് സെൽഫ് ഡൗട്ട് ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പൊസസീവ്നെസ്സിൽ ആ വ്യക്തി ഇതുവരെ ആരോടും തുറന്നു പറഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ അവർക്ക് തന്നെ മനസ്സിലായിട്ടില്ലാത്ത പലതരത്തിലുള്ള ഇൻസെക്യൂരിറ്റീസ് ആണുള്ളത്. ചെറുപ്പത്തിൽ അവർക്ക് പലതരത്തിലുള്ള നെഗ്ലക്റ്റുകൾ ഫേസ് ചെയ്യേണ്ട വന്നിട്ടുണ്ടാവാം. പിന്നെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ ആരെങ്കിലും അവരെ ചീറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരെ ഇട്ടിട്ട് പോയിട്ടോ ഉണ്ടാകാം. എന്നെ കാണാൻ ഭംഗിയില്ലേ, ഞാൻ അയാൾക്ക് ചേരില്ലേ എന്നൊക്കെയുള്ള തോന്നലുകൾ. നമ്മുടെ പേഴ്സണാലിറ്റി, എന്നെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സണെ അവർ ഡിസേർവ് ചെയ്യുന്നില്ലേ, ഇനി അങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വിട്ടിട്ട് ഇവർ പോകുമെന്നൊക്കെയുള്ളൊരു ഇന്റൻസ് ആയിട്ടുള്ള ഫിയർ ആണിത്. നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങളുടെ കൂടെയുള്ള ആളുടെ ഇത്തരം പ്രോബ്ലംസിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും അതിനെ കറക്റ്റ് ചെയ്യാനൊക്കെയുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഈ പൊസസീവ്നെസ് ഉള്ള പാർട്ട്ണറിനെ ഇവഞ്ച്വലി കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാൻ പറ്റും. അതല്ലാതെ ഈ പൊസസീവ്നെസ്സിനെ നിങ്ങൾ നോർമലൈസ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ പേഴ്സണോട് തന്നെ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും അത്. കാരണം അറിഞ്ഞോ അറിയാതെയോ അയാൾ പോലും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രസ്ട്രേഷനെയാണ് നമ്മൾ നോർമലൈസ് ചെയ്യുന്നത്. അയാൾക്ക് എങ്ങനെയാണ് ഫ്യൂച്ചറിൽ ഒരു ഗ്രോത്തും ഇമോഷണൽ ഇൻഡിപെൻഡൻസും ഒക്കെ ഉണ്ടാവുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. സോ സ്റ്റോപ്പ് നോർമലൈസിങ് പൊസസീവ്നെസ്. അതൊരിക്കലും ഒരു ലവ് ലാംഗ്വേജ് അല്ല, ഒരാളുടെ ഉള്ളിലുള്ള ഇന്റൻസ് ആയിട്ടുള്ള ഫിയർ ആണ്.